രാധികേച്ചി, കുട്ടികളെ നോക്കണേ. രണ്ടുപേരും നല്ല ഉറക്കാണ്. ഉണർന്നാൽ പാല് കൊടുക്കണേ. ഞാനും ഹരിയേട്ടനും ബാങ്കിലൊന്ന് പോയിട്ട് വരാം. ശരി ശരി. രാധിക അടുക്കളയിൽ കയറിയിരിക്കുകയായിരുന്നു. ഹരിയുമായി പുറത്തിറങ്ങുന്ന വൈഗ അങ്ങനെ പറഞ്ഞപ്പോൾ അവളെ ഒന്ന് മുഖം കൊടുക്കുക പോലും ചെയ്യാതെ രാധിക ഒന്ന് മൂളിക്കൊണ്ട് പറഞ്ഞു. വൈഗയോടൊപ്പം മുട്ടിയുരുമി ചേർന്നുകൊണ്ട് വില കൂടിയ വസ്ത്രം ധരിച്ച് ഹരിയും രാധികയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പുറത്തേക്കിറങ്ങി. ഇരുവരും പോർച്ചിലുണ്ടായിരുന്ന കാറിൽ കയറി വേഗത്തിൽ ഓടിച്ചുപോയി. സത്യത്തിൽ ഇവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കലാണോ തൻ്റെ ജോലി? തൻ്റെ ദുർവിധി ഓർത്ത് രാധിക കണ്ണീരൊഴുക്കി. കാലം അവളെ ആ വലിയ വീടിൻ്റെ അടുക്കളയിൽ തളച്ചിട്ടു. ഈ അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ അടുക്കളയിൽ മുമ്പുണ്ടായിരുന്നത് തങ്കമണി ചേച്ചി എന്ന് പറയുന്ന വേലക്കാരിയാണ്. ഒരു ദിവസം പതിവ് പോലെ തങ്കമണി ചേച്ചി അടുക്കളയിൽ ജോലി ചെയ്യുകയാണ്. ഹാളിൽ ഷോക്കേഴ്സിലുണ്ടായിരുന്ന ലാൻഡ് ഫോൺ ഉച്ചത്തിലടിക്കുന്ന ശബ്ദം കേട്ട് ആ വലിയ വീടിൻ്റെ അടുക്കളയിലിരുന്ന വേലക്കാരി തങ്കമണി ചേച്ചി അത്ഭുതപ്പെട്ടു. ഇതിന് ജീവനുണ്ടായിരുന്നോ? ഇതാരപ്പാ ഇതിൽ വിളിക്കാൻ? എല്ലാവരും മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത്. വേലക്കാരിയായ താൻ പോലും. വൈകമോളാണെങ്കിൽ ഉണർന്നിട്ടില്ല. അതെങ്ങനെ? രാത്രി മുഴുവൻ കറങ്ങിത്തിരിഞ്ഞ് പാതിരാത്രിക്കല്ലേ വന്നു കയറുന്നത്? നട്ടുച്ച കഴിഞ്ഞ് ഉണരൂ. പണ്ട് വലിയങ്ങന്ന് മുതലാളി ഇവിടെ ആയിരുന്നപ്പോൾ BSNLന്റെ ആജീവനാന്ത കണക്ഷൻ എടുത്തതാണ്. അതുകൊണ്ട് ഇതുവരെ കട്ടായിട്ടില്ല എന്ന് തോന്നുന്നു. താനിടയ്ക്ക് പൊടിയൊക്കെ തുടച്ചു വെക്കും. ആരും വിളിക്കാനോ സംസാരിക്കാനോ ഇല്ലാത്തതുകൊണ്ട് മിനിമം റെന്റ്, ഫോണിൻ്റെ ഡെപ്പോസിറ്റ്, ഇൻഷുറൻസ് തുകയിൽ നിന്നും ഓട്ടോമാറ്റിക്കായി എടുക്കുന്ന പഴയ സമ്പ്രദായത്തിലുള്ള ഫോണാണ്. അവർ അങ്ങനെ ഓരോന്നും ചിന്തിച്ച് റിങ് ചെയ്യുന്ന ആ ഫോൺ റിസീവർ എടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ, ആരാ? ഹലോ, ഇത് ഞാനാ, പരമേശ്വരൻ മുതലാളി, മലേഷ്യയിൽ നിന്നും. നമ്മുടെ പഴയ തങ്കമണി തന്നെയല്ലേ ഇത്? അതേ വലിയങ്ങുന്നേ. ഭഗവാനേ, വലിയകുന്ന് മുതലാളി അങ്ങ് മലേഷ്യയിൽ നിന്നും വിളിക്കുന്നത്. എൻ്റെ അമ്മോ, എത്ര വർഷമായി ശബ്ദം കേട്ടിട്ട്. ശബ്ദം കേട്ടപ്പോൾ തന്നെ തങ്കമണിക്ക് മനസ്സിലായി. ഹലോ തങ്കമണി, നീയെങ്കിലും ഉണ്ടോ ഈ വീട്ടിൽ? മറുതലയ്ക്കൽ നിന്നും വലിയങ്ങുന്നിൻ്റെ ചോദ്യം വീണ്ടും. മോളുണ്ട്, മുകളിലെ റൂമിൽ ഉറങ്ങാണങ്ങുന്നേ. ഉറങ്ങുകയോ? ഇന്ത്യയിലിപ്പോൾ 12 മണിയായല്ലോ. നട്ടുച്ച ആകാനായി. ഞാൻ കുറേ നേരമായി അവളുടെ മൊബൈലിൽ വിളിക്കുന്നു. റിങ് ചെയ്യുന്നതല്ലാതെ അവൾ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിൽ വിളിച്ചത്. ആണോ അങ്ങുന്നേ? അവൾ ഇന്നലെ രാത്രി കൂട്ടുകാരിയുടെ വീട്ടിലെ ഒരു പരിപാടിക്ക് പോയി രാത്രി വരാൻ വൈകിയിരുന്നു. അതാ ഉണരാൻ താമസം. മോൾ ഉണർന്നാൽ തിരിച്ചു വിളിക്കാൻ പറയാം. നോക്കൂ തങ്കമണി, ഞാൻ ഈ വീടുമായോ കുടുംബവുമായോ ബന്ധപ്പെടാതെ 20 വർഷമായി എന്ന് നിനക്കറിയാമല്ലോ. എൻ്റെ മോളെ വിമലേശ്വരി ഗർഭം ധരിച്ചപ്പോൾ ഞാൻ മലേഷ്യയിൽ വന്നതാണ്. മലേഷ്യയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ബിസിനസ് പാർട്ണറും വിമലേശ്വരിയുടെ സഹോദരനുമായ വിശ്വനാഥ് ഇവിടെ മലേഷ്യയിൽ തന്നെ ഞാൻ ഹൃദയ രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയുമായി എനിക്കുണ്ടായിരുന്ന സ്നേഹബന്ധവും അതിലുള്ള കുട്ടികളുടെ കാര്യവും അവൻ അറിയാൻ ഇടയാതിനെ തുടർന്നുണ്ടായ പ്രകോപനത്തിൽ ഇവിടുത്തെ തൻ്റെ എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ ഓതിക്കൊടുത്തു സ്വന്തം സഹോദരിക്ക്. അതറിഞ്ഞ് പടക്കത്തിന് തീ പിടിച്ചതുപോലെ നിന്ന് കത്തുന്ന അവളുടെ പ്രതികരണത്തെ തുടർന്ന് തിരികെ നാട്ടിൽ വന്ന് കാണാനോ അവളെ ഒന്ന് ഫേസ് ചെയ്യാനോ ഉള്ള ധൈര്യമോ എനിക്കുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നതേയില്ല. 20 വർഷം അങ്ങനെ കടന്നുപോയില്ലേ. ഇപ്പോൾ ഇവിടെയുള്ള എൻ്റെ കുട്ടികളൊക്കെ വലുതായി, വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് ബിസിനസ്സിൽ സ്വയം പര്യാപ്തരായി. അവരവർ കുടുംബജീവിതം നയിക്കുന്നു. ഇന്ത്യയിലുള്ള എൻ്റെ ഒരേ ഒരു മോൾ അവിടെ എൻ്റെ ഭാര്യ വിമലേശ്വരിയുടെ മരണത്തിന് ശേഷം തന്നിഷ്ടപ്രകാരം ജീവിക്കുകയാണെന്നറിയുന്നു. പണ്ട് ഞാൻ സമ്പാദിച്ചു കൂട്ടിയ വസ്തുവകകളൊക്കെ അവൾ പരിപാലിക്കാൻ അറിയാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവൾക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്നും ഒരു ചെറുക്കനെ കണ്ടെത്തിയിട്ടുണ്ട്. അവൻ മലയാളിയാണ്. കേരളത്തിൽ നാട്ടിൽ വന്ന് താമസിക്കാൻ അവൻ തയ്യാറാണ്. അവനുമായി അവളുടെ വിവാഹം ചെയ്തു കൊടുത്ത് എൻ്റെ ഭീമമായ സമ്പത്തിൻ്റെ ഒരു ഷെയർ അവർക്ക് 2 പേർക്ക് നൽകി അവരുടെ ജീവിതം ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. ആണോ വലിയങ്ങുന്നേ? ഇനി ഇവിടെയാണോ വന്ന് താമസിക്കുന്നത്? വലിയങ്ങുന്ന് അറിഞ്ഞതൊക്കെ സത്യമാണ്. വിമലേശ്വരി അമ്മ മരിച്ചതിൽ പിന്നെ വൈകമോള് തന്നിഷ്ടപ്രകാരം നടന്ന പലയിടത്തും ഉണ്ടായിരുന്ന ചെറിയ ചെറിയ വസ്തുക്കളും സ്വത്തും ബിൽഡിങ്ങുകളും ഒക്കെ വിറ്റ് നശിപ്പിച്ചു. ഇപ്പോൾ ഇരിക്കുന്ന ഈ ബംഗ്ലാവ് മാത്രമേ ബാക്കിയുള്ളൂ വലിയങ്ങുന്നേ. വിമലേശ്വരി അമ്മ എനിക്ക് മുടങ്ങാതെ ശമ്പളം തരുമായിരുന്നു. അന്നൊക്കെ കൃത്യമായി ശമ്പളം കിട്ടി. എനിക്കിപ്പോൾ ശമ്പളം കിട്ടാതെ തന്നെ 1 വർഷമായി. വൈകമോളോട് കുറച്ച് ചോദിച്ചു ബഹളം വെച്ചാൽ കൈ മലർത്തും. പിന്നെ ആകട്ടെ എന്ന് പറയും. ഇവളെ ഇട്ടെറിഞ്ഞ് പോകാൻ മാത്രം മനസ്സില്ലാത്തത് കൊണ്ട് ഞാനിവിടെ നിൽക്കുന്നു. വൈകമോള് വല്ലപ്പോഴും വെച്ച് നീട്ടുന്ന പൈസ എന്തെങ്കിലും കിട്ടിയാൽ അതേ ഉള്ളൂ. ഇനി തങ്കമണി പേടിക്കണ്ട. എൻ്റെ സമ്പത്തിൽ നിന്നും ഞാൻ അവൾക്കുള്ള ഷെയർ അവൾക്ക് നൽകാം. അതുകൊണ്ട് എന്ത് കാര്യം വലിയങ്ങുന്നേ? ഇവിടെ ഉള്ളതൊക്കെ തീർത്ത് അവൾക്കിനി സമ്പത്തിൻ്റെ കുന്ന് നൽകിയാലും അവളത് ഇടിച്ചു തീർക്കും. അതെനിക്കറിയാം തങ്കമണി. അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് അനുയോജ്യനായ ഒരു പയ്യനെയും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അവനെ കെട്ടി അവളവിടെ സുഖമായി ജീവിക്കട്ടെ. വല്ല ബിസിനസ് കമ്പനികളോ ഫാക്ടറിയോ തന്നെ നാട്ടിൽ തുടങ്ങട്ടെ. വേണ്ടുന്ന ധനവും സഹായവും ഞാൻ ചെയ്യുമല്ലോ. അത് ശരി, അങ്ങനെ തന്നെ ചെയ്തുവെങ്കിലേ അവൾ നേർവഴിക്ക് ജീവിക്കൂ. ശരി തങ്കമണി, ഞാൻ ഫോൺ വയ്ക്കുന്നു.
അവളെ ഞാൻ മൊബൈലിൽ വിളിക്കാം ഉണർന്നതിന് ശേഷം. അന്ന് കുറേ സമയം കഴിഞ്ഞപ്പോൾ വൈഗ ഉണർന്നു. ഏതോ അപരിചിത നമ്പറിൽ നിന്നും കുറേ കോൾ. അവൾ തിരിച്ചു വിളിക്കാൻ നോക്കിയപ്പോൾ അത് IST നമ്പറാണ്. അവൾ ഉടനെ അത് വാട്സപ്പാക്കി. വാട്സപ്പിൽ കയറി വിളിച്ചു. ആ മോളെ, നീ ഉണർന്നോ? ഞാൻ നിൻ്റെ ഡാഡിയാണ്. ഏത് ഡാഡി? എനിക്കങ്ങനെ ഒരു ഡാഡിയൊന്നുമില്ല. എൻ്റെ ഡാഡിയും മമ്മിയല്ല, എൻ്റെ വിമലേശ്വരി മമ്മിയായിരുന്നു. എൻ്റെ എല്ലാം വിമലേശ്വരി മമ്മിയായിരുന്നു. അവർ പോയി, അതോടുകൂടി ഞാൻ സ്വതന്ത്രയായി. ഇപ്പോൾ സ്വതന്ത്രമായ വാനിൽ പറന്നു നടക്കുന്ന ഒരു ഫ്രീ ബേഡാണ് ഞാൻ. ഇപ്പോൾ എങ്ങാണ്ട് നിന്നൊരു അച്ഛൻ വന്നു എൻ്റെ ആ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ ഞാൻ അനുവദിക്കില്ല. മോളെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എൻ്റെ മോൾക്ക് ഡാഡി എന്താണോ അതിൻ്റെ വില എന്തെന്നോ അറിയില്ല. മക്കളുടെ ജീവിതം കരുപിടിപ്പിക്കുന്നതിൽ മമ്മിക്കൊപ്പം അല്ലെങ്കിൽ മമ്മിയേക്കാളേറെ ഡാഡിക്കും പങ്കുണ്ട്. മോളുടെ കാര്യത്തിൽ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ കർത്തവ്യം നിറവേറ്റണം. ഇല്ലാതെ എനിക്കൊരു സമാധാനവും ഈ ജന്മത്തിൽ ലഭിക്കില്ല. മോളിപ്പോൾ മമ്മി സൃഷ്ടിച്ചെടുത്ത ഡാഡിക്കെതിരെയുള്ള വൈരാഗ്യത്തിൻ്റെ ലോകത്തിലാണെന്ന് എനിക്കറിയാം. മോളാ വൈരാഗ്യമൊക്കെ ഒരു നിമിഷം ഉപേക്ഷിക്കൂ. മോളെ എനിക്ക് വേണ്ട വിധത്തിൽ ലാളിക്കാനോ സ്നേഹിക്കാനോ അവസരം ലഭിച്ചിട്ടില്ല എന്നത് സത്യം തന്നെയാണ്. എങ്കിലും ഞാൻ മലേഷ്യയ്ക്ക് തിരിക്കുമ്പോൾ നീ നിന്റെ മമ്മിയുടെ വയറ്റിൽ കുരുന്ന് ജീവനായി ജന്മം എടുത്തിരുന്നു. നിന്നെ മനസ്സുകൊണ്ട് സ്നേഹിക്കാത്ത ഒരു ദിനം പോലുമില്ല. ആ അവസ്ഥയിൽ നിന്നെ കാണാനോ സ്നേഹിക്കാനോ പറ്റാത്ത നിസ്സഹായനായ ഒരു ഡാഡിയുടെ അവസ്ഥ നീ ചിന്തിക്കണം. ഇപ്പോൾ ഞാൻ വിളിച്ചത് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. ഇനിയും ഡാഡിയുടെ സുരക്ഷിതത്വമോ സഹായമോ നിനക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം കൈവിട്ടു പോകും. വിമലേശ്വരിയുടെ മരണം നിന്നെ തളർത്തിയെന്നറിഞ്ഞു. അതിനുശേഷം നീ ലക്കും ലഗാനും ഇല്ലാതെ ജീവിക്കുകയാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് വിഷമമാണ്. ഞാൻ വരുന്നുണ്ട് നാട്ടിൽ നിന്നെ സഹായിക്കാൻ. അത് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. ഡാഡി നല്ല ഡാഡിയാണ്. ഒരുപക്ഷെ മമ്മി തന്നിൽ ഡാഡിക്കെതിരെ വൈരാഗ്യബുദ്ധി ജനിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ താൻ ഒരുപക്ഷെ അങ്ങോട്ട് സ്നേഹിച്ചു പോകുമായിരുന്നു. മമ്മിയാണെങ്കിൽ ഡാഡിയെ ദേഷ്യപ്പെടുത്തി നല്ലൊരു ജീവിതം നശിപ്പിച്ചു. അതേ പാത മകളായ താനും തുടർന്നാൽ തൻ്റെ ജീവിതവും നശിക്കും. അവിടെ ബിസിനസ് കൊണ്ട് മില്യണറായ ഡാഡി മലേഷ്യയിൽ നിന്നും തന്നെ സഹായിക്കാൻ വരുന്നു എന്ന് പറയുന്നത് തന്നെ തൻ്റെ ഭാഗ്യം. അല്ലാതെന്ത് പറയാൻ? അവൾ സന്തോഷം കൊണ്ട് മതിമറന്നു. ശരി ഡാഡി, അമ്മ പോയതിനു ശേഷം ഞാൻ ഒറ്റയ്ക്കാണ്. അത് പറഞ്ഞപ്പോൾ തേങ്ങിക്കരഞ്ഞു. അത് താങ്ങാൻ പരമേശ്വരൻ മുതലാളിക്കായില്ല. ഫോണിലൂടെ അയാളും കരഞ്ഞുപോയി. പിന്നെ അവളെ സന്തോഷിപ്പിക്കാൻ എന്നോണം അയാൾ പറഞ്ഞു, പിന്നെ മോളെ, നിനക്കുള്ള പയ്യനെയും കൊണ്ടാണ് ഞാൻ വരുന്നത്. നിന്റെ ഇപ്പോഴത്തെ ജീവിതമൊക്കെ ഞാൻ അറിഞ്ഞു. പണ്ട് ഞാൻ സമ്പാദിച്ചു കൂട്ടിയ നാട്ടിലുള്ള പല ആസ്തികളും ഒക്കെ നീ വിറ്റു തീർത്തില്ലേ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉപദേശിക്കാൻ ആരുമില്ല. ഒറ്റയ്ക്കായി പോയില്ലേ? അതുകൊണ്ട് തോന്നിയതുപോലെ ജീവിച്ച് ദൂർത്തടിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ജീവിതം കൈവിട്ടു പോകും. ഇനി അങ്ങനെ വേണ്ട. എനിക്ക് എൻ്റെ സമ്പത്തിൻ്റെ വലിയൊരു ഷെയർ നിനക്ക് തരണമെന്നുണ്ട്. നീ എൻ്റെ മകളല്ലേ. പക്ഷെ ഒറ്റയ്ക്ക് തരുന്നതിനോട് യോജിപ്പില്ല. അതാണ് ഞാനൊരു പയ്യനെയും കൊണ്ട് തന്നെ വരുന്നത്. അവനെ കെട്ടി അവിടെ ജീവിച്ചോളൂ. ഏതായാലും ഒരു കല്യാണമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കുക. വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം. അതിനാണ് ഞാൻ വരുന്നത്. പയ്യൻ ആരാണ് ഡാഡി? പയ്യനിപ്പോൾ ഇവിടെയുണ്ട് എൻ്റെ കൂടെ. അവൻ്റെ അച്ഛൻ മലേഷ്യക്കാരനായിരുന്നു. അവൻ്റെ അമ്മ മലയാളിയാണ്. അവരിവിടെ ജോലി ചെയ്തു വരികയായിരുന്നു. അവനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരും. അവനുമായുള്ള നിന്റെ വിവാഹം ഗംഭീരമായി നാട്ടിൽ നടന്നു. അത് കേട്ട് അല്പനേരം വൈഗ ചിന്താകുലയായി. പക്ഷെ കൊച്ചിയിലെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഈ വൈഗ ഡാഡി ഉദ്ദേശിക്കുന്ന അത്ര മനഃശുദ്ധിയുള്ളവളല്ല. അവളുടെ മനസ്സിൽ പല ചിന്തകളും മതിച്ചുകൊണ്ടിരുന്നു. തനിക്ക് വിദേശത്തൊന്നും പോയി ജീവിക്കാൻ ഇഷ്ടമല്ല. മാത്രമല്ല പരിചയമില്ലാത്ത ആൾക്കാരുമായുള്ള ഒരു ജീവിതവും ശരിയാകില്ല. കൂടെ താമസിക്കാനും ഇഷ്ടമല്ല. മാത്രമല്ല ഞാനിപ്പോൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഡാഡി പറഞ്ഞത് ആദ്യം വിവാഹം എന്നാണ്. ഉടനെ അവളിൽ ഒരു ആശയം തെളിഞ്ഞു. അയ്യോ ഡാഡി, ഞാനിവിടെ ഒരാളെ സ്നേഹിക്കുന്നു. മാത്രമല്ല ഞങ്ങൾ തമ്മിൽ വിവാഹമൊക്കെ കഴിക്കാമെന്ന് പരസ്പരം തീരുമാനിച്ചതാണ്. അവരെയൊക്കെ കളമോളെ. നിന്റെ കൂടെ കൂട്ടുകൂടി ദൂർത്തടിക്കുമ്പോൾ ഉണ്ടായ ആരെങ്കിലും ആയിരിക്കും. അവരുടെ ബന്ധമൊക്കെ ഉപേക്ഷിക്കും. അയ്യോ അല്ല ഡാഡി, അവനൊരു നല്ല കുടുംബത്തിലെ പയ്യനാണ്. മാത്രമല്ല അവന് വിട്ട് എനിക്ക് വേറൊരാളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ശരി മോളെ, നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ, അവൻ നല്ലവനാണെങ്കിൽ അവനെ തന്നെ വിവാഹം കഴിച്ചോളൂ. എല്ലാം ഞാൻ അവിടെ വന്നതിന് ശേഷം, എല്ലാം എൻ്റെ സാന്നിധ്യത്തിൽ. എങ്കിലേ ഞാൻ എൻ്റെ സ്വത്ത് വകകൾ എഴുതി തരികയും മണി ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ജോയിൻ്റ് അക്കൗണ്ടിലാണ് പണം ഇട്ടു തരിക. നിങ്ങൾ പരസ്പരം തീരുമാനിച്ച ശേഷം മാത്രമേ പണം വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ക്യാഷ് എടുക്കാനോ ചെലവാക്കാനോ പറ്റില്ല എന്നർത്ഥം. ഒരുപക്ഷേ നീ സംശയിക്കുന്നുണ്ടാവും, ഡാഡി ഇതെന്തിന് ഇത്ര സ്ട്രിക്റ്റ് ആക്കുന്നതെന്നാൽ. ഇപ്പോഴുള്ള നിന്റെ ജീവിതം അറിഞ്ഞ് എനിക്ക് വളരെ വിഷമമുണ്ട്. അതുകൊണ്ടാണ്. നിനക്കറിയാമല്ലോ, ഡാഡി പോപ്സ് ശതകോടീശ്വരന്മാരിൽ ഒരാളാണ്. ബില്യണറാണ്. ഇത്രയും കോടീശ്വരനായ എനിക്ക് എൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ ഏക മകളായ നീ കഷ്ടപ്പെടുന്നു എന്നത് എനിക്കിപ്പോൾ ആലോചിക്കാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ നിന്നെ സഹായിക്കുന്നത്. ശരി ഡാഡി. ഡാഡി എപ്പോഴാണ് വരുന്നത്? മകളെ, ഞാൻ അടുത്ത തിങ്കളാഴ്ച വരും. വന്ന ഉടൻ തന്നെ നിങ്ങളുടെ കല്യാണം. അത് കഴിഞ്ഞ് പ്രോപ്പർട്ടി രജിസ്ട്രേഷനും മണി ട്രാൻസ്ഫറേഷനും. അത് കഴിഞ്ഞ് ഡാഡിക്ക് വീണ്ടും മലേഷ്യയ്ക്ക് പോകണം. ശരി ഡാഡി.
അവൾ ഫോൺ വെച്ചു. എന്തൊരു സന്തോഷം! അവൾ കടക്കാനാവുന്നില്ല. ഡാഡിയുടെ ഫോൺ വെച്ച് കുറച്ച് ആലോചിച്ചപ്പോഴാണ് അവൾ ഓർത്തത്, അയ്യോ, അപ്പോൾ പ്രേമിക്കാൻ ഒരു പയ്യന് വേണം, എന്നിട്ട് കെട്ടാനും. അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കണം. അവളുടെ മനസ്സിൽ ഇപ്പോഴുള്ള പല താൽക്കാലിക കൂട്ടുകാരുടെയും മുഖം തെളിഞ്ഞു വന്നു. ഒക്കെ കള്ളന്മാരാ. കൂടെ കൂട്ടിയ പിന്നെ ചതിക്കും. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അതിന് പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യുക? അവൾക്കത് ഓർത്തപ്പോൾ തല ചൂടായി. 1-2 ദിവസം വല്ല ചെക്കന്മാരെയും ചൂണ്ടയിടാനായി അവൾ നടന്നു. പലരെയും പരീക്ഷിച്ചു. പക്ഷെ ആരിലും തൃപ്തിയായില്ല. അവൾ പബ്ബുകളിലും ഹബ്ബുകളിലും ചെക്കന്മാരെ അന്വേഷിച്ച് നടന്നു. പലരും തെമ്മാടികളാണ്, ദുർനടപ്പുകാരും. ഇവരിൽ ആരെയും സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. നാട്ടിൻപുറത്ത് നിന്ന് നല്ല ആൺപിള്ളാരെ കിട്ടണം. അവരെ അങ്ങനെ തന്നെ പ്രേമിക്കണം, അല്ലെങ്കിൽ വിലക്കെടുക്കണം. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നടത്തിയേ പറ്റൂ. ഇനി ആകെ 5 ദിവസമാണ് ബാക്കിയുള്ളത്. അവൾ തങ്കമണിയെ സമീപിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. തങ്കമണി ചേച്ചി, നിങ്ങൾക്കറിയാലോ, ഡാഡി ഈ തിങ്കളാഴ്ച തന്നെയാണ് വരിക, മലേഷ്യയിൽ നിന്നും. ഡാഡി അദ്ദേഹത്തിൻ്റെ വെൽത്തിൻ്റെ ഭീമമായ ഒരു ഷെയർ എനിക്ക് നൽകും. പക്ഷേ അത് കല്യാണം കഴിച്ചിട്ട് മാത്രം. വലിയങ്ങ് എന്നോടും പറഞ്ഞിരുന്നു കാര്യങ്ങൾ. ചെറുക്കരെ അന്വേഷിച്ച് നമ്മൾ എവിടെ പോകും? അതിനെന്താ, കല്യാണം കഴിക്കണം പെണ്ണേ. മോൾ അങ്ങേര് കൊണ്ടുവരുന്ന പയ്യനെ തന്നെ കെട്ടിക്കൂ. അയ്യേ, എനിക്ക് ഇവിടുത്തെ കൾച്ചർ സംസാരമുള്ള ഒരാളെയാണ് ഇഷ്ടം. ഒരു ജീവിതകാലം ഇഷ്ടമില്ലാത്ത ആളുടെ കൂടെ കഴിയാനാവില്ല. അതുകൊണ്ടാണ് ഡാഡി കൊണ്ടുവരുന്ന പയ്യനെ കെട്ടാൻ ഇഷ്ടമില്ലാത്തത്. മാത്രമല്ല, അങ്ങേരുടെ കളിപ്പാവായിരിക്കും അവൻ. അതുകൊണ്ട് എനിക്കൊരു പ്രയോജനവും ഉണ്ടാവില്ല. എൻ്റെ തങ്കമണി ചേച്ചി, ഡാഡി 5 ദിവസം കഴിഞ്ഞ് വരും. അതിനിടയിൽ എനിക്ക് കാമുകനുണ്ടെന്ന് ഡാഡിക്ക് കാണിക്കണം. ഡാഡിയോട് പ്രേമിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്തിനാ മോള് പ്രേമിക്കുന്നുണ്ടെന്ന് കള്ളം പറഞ്ഞത്? ചേച്ചി, കാരണം ഡാഡി മലേഷ്യയിൽ നിന്ന് ഒരു പയ്യനെയും കൂട്ടിയാണ് വരുന്നത്. അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രേമകാര്യം പറഞ്ഞത്. ചെക്കനെ ഞാൻ കണ്ടുവച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡാഡി കൊണ്ടുവരുന്നവനെ തന്നെ കെട്ടേണ്ടി വരും. ചേച്ചി, എനിക്കതൊന്നും ഇഷ്ടമല്ല. അത് ഇഷ്ടമല്ലെങ്കിൽ ശരി, ഇവിടെ നിന്നും ഡാഡി വന്നതിന് ശേഷം ഡാഡിയുമായി ചേർന്ന് അന്വേഷിച്ച് നാട്ടിലുള്ള വേറെ പയ്യന്മാരെ അന്വേഷിച്ച് കെട്ടാലോ. അങ്ങനെ കഴിച്ചാലും ഡാഡി പ്രോപ്പർട്ടിയും പണവും ഞങ്ങൾ 2 പേർക്കല്ലേ തരികയുള്ളൂ. അതിനെന്താ, 2 പേരും കൂടി സുഖമായി ജീവിച്ച് തിന്നോ കുടിച്ചോ തീർക്കണം. കുഞ്ഞു പ്രേമമുണ്ടെന്ന് പറഞ്ഞതല്ല എല്ലാത്തിനും കാരണം. സമ്പത്തൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടണം. അവൾ തങ്കമണി ചേച്ചിയോട് സത്യാവസ്ഥ പറഞ്ഞു. ഇനിയിപ്പോൾ ചേച്ചി 5 ദിവസമേ തങ്കമണി ചേച്ചി എന്നെ മനസ്സറിഞ്ഞൊന്ന് സഹായിക്കണം പ്ലീസ്. കാര്യമൊക്കെ ശരി തന്നെ, ഞാൻ സഹായിക്കാം. പക്ഷേ എനിക്കൊരു ഓഹരി കാശ് കിട്ടണം. ഇതിപ്പോൾ മോൾ എനിക്ക് തരാനുള്ള സാലറി പോലും തന്നിട്ടില്ല. തങ്കമണി ചേച്ചി എന്തിനാ പേടിക്കുന്നത്? കോടികൾ എനിക്ക് വരുമ്പോൾ അതിൽ നിന്നും ഒരു ഷെയർ തങ്കമണി ചേച്ചിക്ക് കൂടി എൻ്റെ കൂടെ നിന്ന് അനുഭവിക്കാമല്ലോ. എന്ത് വേണമെങ്കിലും ചെയ്യാം, ഉറപ്പ്. വൈക വാക്ക് കൊടുത്തു. ശരി, എങ്കിലും നോക്കാം. കുഞ്ഞ് സമാധാനപ്പെട്. അങ്ങനെ പിറ്റേന്ന് തങ്കമണി തനിച്ച് രാധികയുടെ അടുത്തെത്തി. പറയൂ രാധികേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? തങ്കമണിയുടെ അടുത്ത ഫ്രണ്ടാണ് രാധിക, ചെറുപ്പക്കാരി. തങ്കമണി ഒന്ന് പറഞ്ഞ കാര്യം അവളെ ഏറെ നേരം ചിന്തിപ്പിച്ചു. ചേച്ചി പറഞ്ഞത് പ്രകാരം നന്നായി അഭിനയിക്കാനും ഒക്കെ കഴിവ് വേണം. എങ്കിലേ മലേഷ്യക്കാരനായ അവളുടെ ഡാഡിയുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല, ചേച്ചി പറഞ്ഞത് പ്രകാരം ഒരു വിവാഹത്തിന് പോലും തയ്യാറാകേണ്ടി വരും. ഈ ചുരുങ്ങിയ 5 ദിവസത്തിനുള്ളിൽ ആരെയാണ് കിട്ടുക? നമുക്ക് ഹരിയെ കൊണ്ട് ചെയ്താലോ? അവൻ ആണെങ്കിൽ നല്ല ആക്ടറല്ലേ, തിയേറ്ററിലൊക്കെ നന്നായി നാടകം ചെയ്യുന്ന ആള്. അയ്യോ, എൻ്റെ ഭർത്താവോ? അത് കേട്ട് രാധിക ഒന്ന് പൊട്ടിച്ചിരിച്ചു. തൽക്കാലം പിന്നെ എന്താ ചെയ്യുക? എന്നിട്ട് സംഭവങ്ങളൊന്ന് ഉച്ചത്തിൽ പറഞ്ഞു. അതായത്, ആദ്യം കല്യാണം എന്നൊരു ഡ്രാമ, അത് കഴിഞ്ഞ് സ്വത്ത് രജിസ്ട്രേഷൻ, മണി ട്രാൻസ്ഫർ 2 ആളുടെ പേർക്കും. ഈ 2 ചടങ്ങും കഴിഞ്ഞ് അവളുടെ ഡാഡി മലേഷ്യക്ക് തിരിച്ചു പോയതിനു ശേഷം ഇതൊക്കെ തിരിച്ചൊറ്റയ്ക്ക് അവൾക്ക് എഴുതി കൊടുക്കണം. ഇത്രയല്ലേ കാര്യങ്ങൾ? അതെ അതെ, തങ്കമണി ചേച്ചി ശരിവെച്ചു. പക്ഷേ എനിക്ക് പേടി അതല്ല. വിമലേശ്വരി അമ്മ മരിച്ചതിന് ശേഷം അവൾ എത്ര സ്വത്തുവകകളാണ് വിറ്റ് ദൂർത്തടിച്ചത്. അയാൾ വന്ന് നൽകിയ സ്വത്തുവകകൾ ഒറ്റയ്ക്ക് അവളുടെ പേരിലാവുന്ന നിമിഷം അവൾ നശിപ്പിക്കില്ലേ? മാത്രമല്ല, ഭർത്താവ് എവിടെ എന്ന പ്രശ്നം ഉദിക്കും. അവൾ അത് ദൂർത്തടിച്ച് തീർത്താൽ മലേഷ്യക്കാരനായ ഡാഡി ഇവിടെ വന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ വൃഥാവിലാകില്ലേ? ആ ഡാഡി പേടിച്ചത് തന്നെ സംഭവിക്കും. ഏതായാലും ഈ നാടകത്തിനൊക്കെ നിൽക്കുന്നവൻ ആണൊരുത്തനും നല്ല വിശ്വസ്തനുമായിരിക്കണം. ഞാൻ നാളെ വരാം. അത് പറഞ്ഞ് തങ്കമണി ചേച്ചി അവിടെ നിന്നിറങ്ങി. തങ്കമണി ചേച്ചി വൈകിട്ട് വൈകിയോട് പറഞ്ഞു, നമുക്ക് പറ്റിയ ഒരാളുണ്ട്, അവരുടെ ഭാര്യയോട് സംസാരിച്ചിട്ടുണ്ട്. നാളെ നമുക്കൊരിടത്ത് പോകാം. പിറ്റേന്ന് വീണ്ടും തങ്കമണി വൈകിയെയും കൂട്ടി രാധികയുടെ അടുത്തെത്തി. മൂവരും ഏറെ നേരം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആലോചിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക? വഴിയറിയാതെ എല്ലാവരും കുടുങ്ങിയിരിക്കെ രാധികയുടെ ഭർത്താവ് ഹരി അങ്ങോട്ട് വന്നു. അത്രയും വിശ്വസ്തനായ ഒരാളെ കൊണ്ട് മാത്രമേ ഇക്കാര്യം ചെയ്യാൻ പറ്റൂ. ഇന്നലെ ചേച്ചി തമാശ രൂപേണ പറഞ്ഞില്ലേ, ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചു. തൽക്കാലം എൻ്റെ ഭർത്താവ് ഹരിയേട്ടനും വാടകയ്ക്ക് കൊടുക്കുക, വലിയ തുകയ്ക്ക്. അതാണിപ്പോൾ എല്ലാവരുടെയും മുൻപിലുള്ള വഴി. അതിന് ഹരി ഇതിന് സമ്മതിക്കോ? തങ്കമണി ചേച്ചി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സമ്മതിക്കും. ഞാൻ ഇന്നലെ രാത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ വിശദമായി കേട്ടപ്പോൾ പുള്ളിക്കും താല്പര്യമുണ്ട്. തമാശ രൂപത്തിൽ എന്നോട് ചോദിച്ചു, ഞാൻ തന്നെ പോയാൽ എന്താ എന്ന്. ചേച്ചിക്കറിയാലോ, എനിക്കും ഹരിക്കും പണത്തിന് ഒരുപാട് ആവശ്യമുള്ള സമയമാണ്. എങ്ങനെയെങ്കിലും ഒരു വീടുണ്ടാക്കണം.
വാടക കെട്ടിടത്തിലാണുള്ളത്. ഭർത്താവായി അഭിനയിക്കേണ്ട സമയം വരെ നിന്റെ വീട്ടിൽ കഴിയുന്നതിന് വിരോധമില്ല. പ്രശ്നം അവിടെയല്ല. പക്ഷെ കല്യാണമൊക്കെ കഴിക്കുക എന്ന് പറയുമ്പോൾ 4 ആൾ കൂടുന്ന സംഭവമല്ലേ. പലരും കാണാൻ ഇടവരില്ലേ? എൻ്റെ ഹരിയേട്ടനെ എല്ലാവരും അറിയില്ലേ? അതിനൊരു വഴിയുണ്ട്. കല്യാണം ദൂരെയുള്ള സ്റ്റാർ ഹോട്ടലിൽ വെച്ച് നടത്താം, വൈഗ പറഞ്ഞു. മാത്രമല്ല, നമുക്ക് സ്വാധീനമുള്ള ആൾക്കാരെ വാടകയ്ക്കെടുക്കാം. വൈഗയുടെ ആ ഉപാധി എല്ലാവർക്കും ഇഷ്ടമായി. ഹരിയെ കാര്യം ധരിപ്പിച്ചു. കല്യാണക്കാര്യം ഓർത്തപ്പോൾ അവനും ത്രില്ലടിച്ചു. ഏതായാലും സിനിമാ സ്റ്റൈലിൽ കാമുകനായും പിന്നെ വിവാഹം കഴിഞ്ഞ് ഭർത്താവായും ലൈഫ്. കല്യാണത്തിന് ശേഷം രജിസ്ട്രേഷൻ. ശേഷം അച്ഛൻ മലേഷ്യ മടങ്ങിപ്പോകും വരെ അത് തുടരുക. അതാണ് ഡ്യൂട്ടി. ഞാൻ റെഡി. എൻ്റെ ഭാര്യയ്ക്ക് കുഴപ്പമില്ല, പിന്നെ എനിക്കെന്ത് കുഴപ്പം? അങ്ങനെ രാധിക തൻ്റെ ഭർത്താവിന് വൈഗയുടെ കാമുകനായും പിന്നെ ഭർത്താവായും അഭിനയിക്കാൻ വാടകയ്ക്ക് വിറ്റു. അതിനുള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കി. കൃത്യം തിങ്കളാഴ്ച തന്നെ മലേഷ്യയിൽ നിന്നും പരമേശ്വരൻ മുതലാളി എത്തി. വിമലേശ്വരിയുടെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിച്ചു. ശേഷം മകളെ കണ്ട് മകളെ കെട്ടിപ്പിടിച്ച് ലാളിച്ച് കുറേ വർത്തമാനം പറഞ്ഞു. നേരത്തെയുള്ള തയ്യാറാക്കിയ പദ്ധതി പ്രകാരം രാധികയുടെ ഭർത്താവ് ഹരി അണിഞ്ഞൊരുങ്ങി വൈഗമോളുടെ കാമുകനായി അവിടെ എത്തിച്ചേർന്നു. ഹരിയും പരമേശ്വരൻ മുതലാളിയും തമ്മിൽ കണ്ടു. നല്ല വ്യക്തിത്വം. അയാൾ അവനെ അഭിനന്ദിച്ചു. അയാൾക്ക് ഹരി എന്ന മകളുടെ കാമുകനെ ഏറെ ഇഷ്ടപ്പെട്ടു. നല്ല തമാശയും ഹ്യൂമറൊക്കെയുള്ള നാട്ടിൻപുറത്തുകാരൻ പയ്യൻ. മോളെ, ഈ ഹരി നിനക്ക് എന്തുകൊണ്ടും ചേർന്നവൻ തന്നെ. എനിക്കും ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിക്കണം. അങ്ങനെ അവിടുത്തെ വലിയൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് ഹരിയുടെ ബന്ധക്കാർ എന്ന് പറഞ്ഞ് എത്തിച്ചേർന്നവരുടെ സാന്നിധ്യത്തിൽ നാട്ടിലുള്ള വൈഗയുടെ അല്പം ബന്ധുക്കളും ചേർന്ന് ആ ശുഭമുഹൂർത്തത്തിൽ ഹരി വൈഗയുടെ കഴുത്തിൽ താലി ചാർത്തി. വൈഗയും ഭരണമാല്യം ഹരിയെ ചാർത്തി. ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി. രാത്രി ഡാഡിയോടൊത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം, മോളെ വൈഗേ, ഹരി മോനെയും കൂട്ടി പോയി കിടന്നോളൂ. പരമേശ്വരൻ മുതലാളി താഴെ റൂമിലേക്ക് കടക്കാൻ പോകുമ്പോൾ അവരോട് പറഞ്ഞു. ഹരിയും വൈഗയും അവർ വിവാഹത്തിൻ്റെ ആദ്യ രാത്രി കൊണ്ടാടാൻ രണ്ടുപേരും അപ്സ്റ്റെയറിലുള്ള അവരുടെ റൂമിലെത്തി. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് ഫ്രഷ് റൂമിൽ കയറി. ഈ സമയം രാധിക ഹരിയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ നിർദ്ദേശിക്കുകയായിരുന്നു. മനുഷ്യ, ആദ്യ രാത്രിയാണെന്ന് പറഞ്ഞ് അവളുടെ കൂടെ കയറി കിടക്കരുത്. റൂമിൽ തന്നെ വേറെ ബെഡ് വിരിച്ച് കിടന്നാൽ മതി. അത് പിന്നെ ഞാൻ അങ്ങനെയല്ലേ ചെയ്യുകയുള്ളൂ എൻ്റെ രാധികയെ. ഇതൊരു നാടകമല്ലേ? അതെപ്പോഴും മനസ്സിൽ വേണം ഹരിയേട്ടാ. അവൾ തേങ്ങി. ഭർത്താവിന് ജാഗ്രതാ നിർദ്ദേശം നൽകി രാധിക ഫോൺ വെച്ചു. വൈഗ ഫ്രഷായി പുറത്തു വന്നപ്പോൾ, ഞാൻ വേറെ റൂമിൽ കിടന്നോളാമെന്ന് ഹരി പറഞ്ഞു. അയ്യോ ഹരിയേട്ടാ, അത് പറ്റില്ല. ഡാഡി ഇടയ്ക്ക് വന്ന് നോക്കിയാലോ? ഓ, അത് ശരിയാണ്. അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ഒരിടത്ത് കിടന്നോളാം. വേണ്ട വേണ്ട ഹരി, ഞാൻ താഴെ കിടന്നോളാം, വൈഗ പറഞ്ഞു. അയ്യോ, വൈഗയുടെ ബെഡിൽ ഞാൻ കിടക്കുന്നത് ശരിയല്ല. എനിക്കൊരു വിരിപ്പും തലയാണയും തന്നാൽ മതി. ഞാൻ താഴെ കിടന്നോളാം. അങ്ങനെ വൈഗ ബെഡിൽ കിടന്നു. വാടകക്കാരൻ ഭർത്താവായ ഹരി താഴെ തുണി വിരിച്ച് കിടന്നു. ലൈറ്റ് ഓഫായി. എത്ര ശ്രമിച്ചിട്ടും രണ്ടുപേർക്കും ഉറക്കം വന്നില്ല. രണ്ടുപേരും എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. മകളുടെ കൂടെ കുറച്ച് ദിവസം എനിക്ക് സന്തോഷിക്കണം, പരമേശ്വരൻ മുതലാളി പറഞ്ഞു. അതിനെന്താ ഡാഡി, ഞങ്ങളുടെ കൂടെ വന്നോളൂ. അന്ന് പകൽ അത്യാവശ്യം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആ ദമ്പതികളുടെ കൂടെ ആ ഡാഡി ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും അവർ വാഹനത്തിലൂടെ കറങ്ങി. ദൂരെ പോയപ്പോൾ പല സ്ഥലങ്ങളിലും 1-2 ദിവസം ചില ഹോട്ടലുകളിൽ റൂമെടുത്ത് താമസിച്ചു. ചെറിയ മധുവിധ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. ഇതിനിടയിൽ പരമേശ്വരൻ മുതലാളിക്ക് മകളുടെ സ്വത്തുക്കൾ നൽകേണ്ട രജിസ്ട്രേഷൻ ആരംഭിച്ചു. കാര്യങ്ങൾ മുന്നോട്ട് പോയി. കേരളത്തിൽ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളും അയാൾ ഈ അടുത്ത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ മകളുടെയും മരുമകൻ്റെയും പേരിൽ നടത്തി. രണ്ടുപേരുടെയും ജോയിൻ്റ് അക്കൗണ്ടിലേക്ക് അയാൾ 200 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തു. ഇനി പരമേശ്വരൻ മുതലാളിക്ക് മലേഷ്യയിലേക്ക് തിരിച്ചു പോകാൻ ഒരു ദിവസമേ ബാക്കിയുള്ളൂ. നാളെ ഞാൻ പോവുകയാണ് മക്കളെ. നിങ്ങൾ സന്തോഷമായി ജീവിക്കണം കേട്ടോ. നല്ലൊരു ബിസിനസ് പ്രോജക്റ്റ് തയ്യാറാക്കി അത് നടത്തി കാണിക്കുക. പണം വേണമെങ്കിൽ ഇനിയും തരാം. പിന്നെ ദിവസവും വിളിക്കണം. വീഡിയോയിൽ എനിക്ക് വല്ലപ്പോഴും കാണണം. അത് കേട്ടതോടു കൂടി രണ്ടുപേരും കുടുങ്ങി. കുഴപ്പമില്ല, ഗൂഗിൾ മീറ്റ് ചെയ്യാം, വൈഗ ഐഡിയ കണ്ടുപിടിച്ചു. ഡാഡി വിളിക്കുമ്പോഴൊക്കെ രണ്ടുപേരും വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ഗൂഗിൾ മീറ്റ് ഫോൺ ചെയ്യാം എന്നാണ് മനസ്സിലങ്ങനെ പറഞ്ഞത്. അങ്ങനെ അയാൾ പോകേണ്ട ദിവസം വന്നെത്തി. എയർപോർട്ടിൽ ഡാഡിയെയും യാത്രയാക്കി വൈഗയും ഹരിയും മടങ്ങി. ഇനി ഹരിയേട്ടൻ്റെ ഭർത്താവ് എന്ന കഥാപാത്രത്തിൻ്റെ മുഖാവരണം അഴിച്ചു വെക്കുന്ന പരിപാടിയാണ്, വൈഗ പറഞ്ഞു. ആ സമയത്താണ് രാധികയുടെ ഫോണിൽ നിന്നും ഹരിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. രാധിക ചേച്ചി ഹോസ്പിറ്റലിലാണ്. രാധിക ചേച്ചി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനെ ബസ് ഇടിച്ച് തെറിപ്പിച്ചു. അയ്യോ ഈശ്വര! ഹരി നടുങ്ങി. അവൻ നിലവിളിച്ചു. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അറിഞ്ഞു രാധികയുടെ ഇടത്തെ കണങ്കാലിൻ്റെ അസ്ഥിയും വലത്തെ തുടയിലും ഒരുപോലെ ഒടിഞ്ഞിരിക്കുന്നു. മൾട്ടിപ്പിൾ ഫ്രാക്ചർ. രാധികയെ പരിചരിക്കാൻ ഹരിയേട്ടൻ ഹോസ്പിറ്റലിലായപ്പോൾ വൈഗയ്ക്ക് വല്ലാത്ത നിരാശ തോന്നി. ഹരി ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ ഈ സമയം അത്രയും വൈഗ സ്വന്തം വീട്ടിൽ എരിപിരി കൊള്ളുകയായിരുന്നു. ഒടുവിൽ വൈഗയും ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്നു. വൈഗയ്ക്കിപ്പോൾ ഹരിയെ പിരിയാൻ മനസ്സില്ല. നാടകമാണെങ്കിലും കുറേ നാളായി കൂടെ നല്ല സ്നേഹവും പെരുമാറ്റവും. പക്ഷെ ഹരി രാധിക ചേച്ചിയുടെ ഭർത്താവാണ്.
കേവലം വാടകയ്ക്കാണ് അദ്ദേഹത്തെ എടുത്തിട്ടുള്ളത് എന്ന ബോധം അവൾക്കുണ്ട്. വൈകയ്ക്ക് സ്വത്ത് കാര്യങ്ങളും പണങ്ങളും എല്ലാം സ്വന്തം പേരിലായി കിട്ടണം. അതിനുള്ള തത്രപ്പാടിലാണ് അവൾ. ഹരിയെ കൂടാതെ അവൾക്കൊന്നും ഒറ്റയ്ക്കാവില്ല. ഡാഡി അമ്മാതിരി ഒരു കുടുക്കിലാണ് അവളെ ഇട്ടിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഹരിയോട് അതൊക്കെ തനിക്ക് എഴുതി തരാൻ പറയണം. ഇതിനിടെ വിവാഹം രജിസ്റ്റർ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് രജിസ്റ്ററായി പോസ്റ്റലിലൂടെ വൈകയുടെ കയ്യിൽ കിട്ടി. ഈശ്വര, വിവാഹം കഴിച്ചതിനുള്ള രേഖയുമായി. ഇതെല്ലാം കൂടിയാകുമോ എന്ന് വൈകയ്ക്ക് ഭയവുമുണ്ട്. സത്യത്തിൽ രാധികയും ഹരിയും തമ്മിൽ പ്രേമിച്ച് ഒളിച്ചോടുകയായിരുന്നു. അവർ ഏതോ അപരിചിതമായ ഒരു ക്ഷേത്രത്തിൽ നിന്നും താലി കെട്ടിയതല്ലാതെ ഔദ്യോഗികമായ സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. വൈകയുടെയും ഹരിയുടെയും വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിച്ച പ്രകാരം ഇനി ഡിവോഴ്സ് ആവാണ്ട് ഹരിക്കോ വൈകയ്ക്കോ പേഴ്സണലായിട്ട് സ്വത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടദാനം ചെയ്തു കൊടുക്കാൻ നിയമപരമായി ആവില്ല. അതേക്കുറിച്ച് അന്വേഷിച്ച് വൈക രജിസ്റ്റർ ഓഫീസിൽ ചെന്നപ്പോൾ രജിസ്ട്രാർ കട്ടായം പറഞ്ഞു. അങ്ങനെ അവൾ വീണ്ടും കുടുങ്ങി. പക്ഷേ എങ്കിലും ആവശ്യമുള്ള പണം രണ്ടുപേരും ഷെയർ ചെയ്ത് ആവശ്യത്തിനെടുത്തു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്ന രാധികയും കൊണ്ട് ഹരി വാടക വീട്ടിൽ പോയാൽ കൂടുതൽ പ്രശ്നമാകും. രാധികയെ പരിചരിക്കുകയും ആവശ്യപ്പെടുന്ന പല സമയങ്ങളിലും ഹരി രാധികയുടെ കൂടെ ആയാൽ പിന്നെ കാണാൻ കിട്ടില്ല. ആയതിനാൽ രാധികയെ തൽക്കാലം വൈകയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വാടക റൂമിൽ സൗകര്യം കുറവാണെങ്കിലും രാധികയ്ക്ക് അവിടെ നിന്നാൽ മതിയെന്ന് തോന്നി. ഇവിടെ വൈകയുടെ കൂടെ എപ്പോഴും ഹരിയേട്ടനെ കാണുമ്പോൾ ചിലപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. കരാർ പ്രകാരം അവളുടെ ഭർത്താവുദ്യോഗം കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ എപ്പോഴും അവളുടെ കൂടെ തന്നെ പോകുന്നത് എന്ന് ചോദിച്ചു തുടങ്ങി. എടി രാധികെ, അവൾക്ക് വല്ല പണവും എടുക്കാൻ ഇനി ഫുൾ ടൈം എൻ്റെ ആവശ്യമുണ്ട്. ഞാനില്ലാതെ അവൾക്ക് 1 രൂപയുടെ പണം പോലും കിട്ടില്ല. നിങ്ങളിനി അതിനൊന്നും നിൽക്കണ്ട. അവളുടെ ഭർത്താവുദ്യോഗം ഒഴിവാക്കിയിട്ട് എല്ലാം അവൾക്ക് എഴുതി കൊടുത്തേര്. നമുക്ക് ക്വാർട്ടേഴ്സിലേക്ക് പോകാം. അത് പറ്റില്ലടി, ചില നിയമപ്രശ്നങ്ങളുണ്ട്. എന്ത് നിയമപ്രശ്നങ്ങൾ? നിങ്ങൾ എന്തുകൊണ്ട് അവൾക്ക് പ്രോപ്പർട്ടി എഴുതി കൊടുത്തു ഒഴിഞ്ഞു വരാത്തത്? എടി, ഞാനും അവളുമായുള്ള മാരേജിൻ്റെ സർട്ടിഫിക്കറ്റ് വന്നു. ഇനി അത് പ്രകാരമായ കാര്യങ്ങൾ നടക്കൂ. എനിക്കങ്ങനെ സമ്പത്തെല്ലാം അവളുടെ പേരിൽ ഒഴിഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ആ രീതിയിലുള്ള എഗ്രിമെൻറ്റ് ഡാഡി ചെയ്തു വെച്ചത്. അപ്പോൾ നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളും വൈകിയും താൽക്കാലികമായി ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള. അത് ചുമ്മാ 100 രൂപയുടെ കടലാസ് എഗ്രിമെൻറ്റ്. ഇതങ്ങനെയല്ല. ഞാനും അവളും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് കഴിഞ്ഞ കല്യാണത്തിൻ്റെ പേരിൽ മാരേജ് സർട്ടിഫിക്കറ്റായി കിട്ടി. അതിന് നമ്മളല്ലേ കല്യാണം ശരിക്കും കഴിഞ്ഞത്. നമുക്കല്ലേ സർട്ടിഫിക്കറ്റ് വേണ്ടത്. എന്നിട്ട് നമ്മുടെ കയ്യിൽ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ലേ. എവിടെ? നമ്മൾ ഒളിച്ചോടി ഏതോ ക്ഷേത്രത്തിൽ പോയി നടയിൽ വെച്ച് താലി കെട്ടിയിട്ട് വന്നതല്ലേ. നമ്മളെ വിവാഹമാണെന്ന് ഔദ്യോഗികമായി ആരെയെങ്കിലും അറിയിച്ചിട്ട് പോലുമില്ല. നമ്മൾ തുടർന്ന് മാരേജ് രജിസ്റ്റർ ചെയ്യാൻ പഞ്ചായത്തിൽ പോലും പോയില്ലല്ലോ. പിന്നെ എങ്ങനെ കിട്ടുക സർട്ടിഫിക്കറ്റ്? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഔട്ട്. നിങ്ങളും വൈകയും ഭാര്യ ഭർത്താവും അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഔദ്യോഗികമായി നിങ്ങളാണ് വൈകയുടെ ഭർത്താവ് അല്ലേ? അതെ അതെ, നീ ഇപ്പോൾ എൻ്റെ ആരുമല്ല നിയമപ്രകാരം. അത് കേട്ടതോടെ രാധിക അലറിക്കരയാൻ തുടങ്ങി. കരയാതിരി പെണ്ണെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എനിക്ക് നീയാണ് ഇപ്പോഴും എൻ്റെ ഭാര്യ. അപ്പോൾ അവളെ നമ്മളിൽ നിന്നും എങ്ങനെ ഒഴിവാക്കും? ഏതായാലും ഞാൻ നാളെ വക്കീലിനെ കണ്ട് ഡിവോഴ്സിന് കൊടുക്കാൻ ആലോചിക്കുകയാണ്. അയ്യോ, ഡിവോഴ്സൊക്കെ വേണോ? പിന്നല്ലാണ്ട് ഇത് പിള്ളേര് കളിയാണോ? ഭർത്താവിനെ വാടകയ്ക്ക് കൊടുത്തിട്ട് കല്യാണം കഴിപ്പിച്ചിട്ട് ഇപ്പോൾ നിന്ന് ചിലയ്ക്കാണോ രാധികേ നീ? അയ്യോ ചേട്ടാ, ഇതൊക്കെ ഇത്ര കുരിശാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. കുരിശല്ല, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഭർത്താവിനെ തന്നെ നിനക്ക് നഷ്ടപ്പെടും കേട്ടോ. ഞാനാണെങ്കിൽ കോടീശ്വരിയുടെ ഭർത്താവ് അല്ല, ഞാൻ തന്നെ ഇപ്പോൾ കോടീശ്വരനാണ്. നീ വല്ല വേലക്കാരിയുമായി ഈ വീട്ടിൽ കൂടിക്കോ. അതും പറഞ്ഞ് ചിരിച്ചു. ഹരി പൊട്ടിച്ചിരിച്ചു. ഏതായാലും അങ്ങനെ തന്നെ ചെയ്യാം. തങ്കമണിയൊക്കെ ഇവിടുന്ന് വേണ്ടുന്ന ഷെയർ നൽകിയപ്പോൾ തങ്കമണി ജോലി ഉപേക്ഷിച്ച് പോയി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം രാധികയുടെ 2 കാലും സുഖമായി. വീട്ടിലെ ജോലി ചെയ്യാൻ ആളില്ലാതെ ആയപ്പോൾ അവിടുത്തെ അടുക്കള ഭരണം രാധിക ഏറ്റെടുത്തു. സ്വന്തമായി വീട് കെട്ടാൻ മോഹിച്ച് സ്വന്തം ഭർത്താവിനെ വാടകയ്ക്ക് കൊടുത്ത അവളിപ്പോൾ ആ വീട്ടിലെ വേലക്കാരിയായി കഴിയുന്നു. ഹരിയേട്ടനും വൈകയ്ക്കും ഡിവോഴ്സ് കിട്ടും വരെ നമ്മൾ ഈ വീട്ടിൽ തുടരുമല്ലേ ഹരിയേട്ടാ? രാധിക വേദനയോട് ചോദിച്ചു. അതെ അതെ. അങ്ങനെ കുറേ ദിവസങ്ങളായി രാധിക അടുക്കള ജോലിയിലും ഹരി വൈകിയെ പല കാര്യങ്ങളിലും സഹായിച്ചും അവിടെ കഴിഞ്ഞുകൂടി. അങ്ങനെയിരിക്കെ വൈകിയുടെ കുറേ ബന്ധുക്കൾ അവിടെ വന്നിരുന്നു. അവർ കുറേ ദിവസം അവിടെ തങ്ങിയിട്ടാണ് പോയത്. ആ സമയങ്ങളിലും രാത്രികാലങ്ങളിൽ ഹരിക്ക് വൈകിയുടെ റൂമിൽ കിടക്കേണ്ടി വന്നു. ഒരു ദിവസം വൈഗ ഗർഭിണിയാണെന്ന വിവരം രാധിക അറിഞ്ഞു. ഇതുപോലെ വൈകിയുടെ പല ബന്ധുക്കൾ വന്ന് താമസിക്കുന്ന ദിവസങ്ങളിൽ ഏതോ ഒരു ദിവസം മദ്യപിച്ച ഹരി അവളെ പ്രാപിച്ചു എന്നാണ് അവൾ പറഞ്ഞത്. വളരെ വൈകി അറിഞ്ഞതുകൊണ്ട് അബോഷന് പോലും സമയം കിട്ടിയില്ല. വൈഗ 2 ഇരട്ട കുട്ടികളെ പ്രസവിച്ചു. അതിനിടയിൽ മകൾ പ്രസവിച്ച വിവരമറിഞ്ഞ് മലേഷ്യയിൽ നിന്നും പരമേശ്വരൻ മുതലാളി വന്ന് താമസമാക്കി. 1-2 മാസം അങ്ങനെയും അവിടെ നിരന്തരം വൈഗയുടെ റൂമിൽ ഹരിക്ക് താമസിക്കേണ്ടി വന്നു. ഈ കാലയളവിൽ പരിപൂർണമായും ഹരി വൈഗയുടെ ഭർത്താവായി മാറിക്കഴിഞ്ഞിരുന്നു. വൈഗയുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ എന്ന സ്ഥാനം പിന്നെ അവനും നിഷേധിക്കാനായില്ല. രാധിക തലയ്ക്ക് അടിയേറ്റ പട്ടിയെപ്പോലെ ഒന്നും ചെയ്യാനാവാതെ ആ വീട്ടിലൊരു വേലക്കാരിയെപ്പോലെ തുടർന്ന് കഴിയേണ്ടി വന്നു.
അടുക്കളയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ബെഡ്റൂമിൽ രാധികയ്ക്ക് സ്ഥാനമുണ്ട്. ആദ്യകാലങ്ങളിൽ ഹരി അവിടെ രാധികയുടെ റൂമിൽ പോയി കിടന്നിരുന്നു. അവളുമായി സംഗമിച്ചിരുന്നു. കുട്ടികളായ ശേഷം വൈഗ ഹരിയിൽ സ്ഥിരമായി ഭർതൃ അവകാശം കൈയടക്കിയതോടുകൂടി ഇപ്പോൾ അവിടെ പ്രവേശനമില്ല. ഹരിയേട്ടൻ തന്നെ ചതിച്ചു വൈഗയെ ഗർഭിണിയാക്കിയപ്പോൾ രാധികയാണ് തൻ്റെ റൂമിലേക്ക് ഇനി ഹരി വരുന്നത് തടഞ്ഞതെങ്കിൽ ഇപ്പോൾ വൈഗയാണ് രാധികയുടെ റൂമിലേക്ക് പോകുമ്പോൾ ഹരിയെ തടയുന്നത്. അവനെ അവളുള്ള പരിസരത്തേക്ക് വൈഗ അടുപ്പിക്കില്ല. താൻ കുഴിച്ച കുഴിയിൽ വീണ രാധിക ഇടയ്ക്കിടെ ഈ പഴയ കഥകൾ ഓർത്ത് കണ്ണുനീർ വാർക്കും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.